ഇപ്പോൾ വിലാപയാത്ര അല്പം വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ആറ്റിങ്ങൽ പിന്നിട്ടിരിക്കുന്നു, കല്ലമ്പലത്തേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. കടുവയിൽ പള്ളി ഭാഗമായിരുന്നു തൊട്ടടുത്ത ഒരു പോയിന്റ്. ഇപ്പോൾ കല്ലമ്പലത്തേക്ക് എത്തുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ണൻ നായരുണ്ട്. കണ്ണൻ, ഇപ്പോൾ അല്പം വേഗതയിൽ തന്നെ വിലാപയാത്ര മുന്നോട്ട് നീങ്ങുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. കല്ലമ്പലത്തേക്ക് എത്തുകയാണോ? എത്തിയോ? കല്ലമ്പലത്തേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തും. ഞാനിപ്പോൾ കല്ലമ്പലത്ത് നിന്ന് മാറി കടമ്പാട്ടുകോണത്തേക്ക്, അതായത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയായിട്ടുള്ള കടമ്പാട്ടുകോണത്തേക്ക് എത്തിയിരിക്കുന്നു. കടമ്പാട്ടുകോണത്താണ് കൊല്ലത്ത് നിന്നുള്ള പാർട്ടി പ്രവർത്തകർ VSന്റെ വിലാപയാത്രയെ ഏറ്റുവാങ്ങുന്നത്. അതിനുശേഷം കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളിയും ചാത്തന്നൂരും കൊട്ടിയവും ചിന്നക്കടയും ശക്തികുളങ്ങരയും ചവറയും കരുനാഗപ്പള്ളിയും ഓച്ചിറയും കടന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളുമായി വളരെയേറെ നേരം മുമ്പ് തന്നെ പാർട്ടി നേതാക്കന്മാർ അണികളൊക്കെ തന്നെ ഇവിടെയൊക്കെ എത്തിയിരിക്കുന്നു. കടമ്പാട്ടുകോണത്തുനിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒട്ടേറെ പാർട്ടി പ്രവർത്തകർ ഇവിടെ എത്തി VSന്റെ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കല്ലമ്പലത്ത് നേരത്തെ തന്നെ വലിയ രീതിയിൽ കല്ലമ്പലം ആറ്റിങ്ങലിന് സമമായി അല്ലെങ്കിൽ കഴക്കൂട്ടത്തിന് സമമായ രീതിയിൽ വലിയ തിരക്കുള്ള ഒരു അവസ്ഥയായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരാൻ ഏറ്റവും കുറഞ്ഞ അരമുക്കാൽ മണിക്കൂറെങ്കിലും വേണ്ടിവരും എന്നുള്ളത് തന്നെയാണ് കാര്യം. അവിടെ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ചെറിയ ഇടുങ്ങിയ റോഡിൽ കൂടിയാണ്. അതിൻ്റെ ഇരുവശത്തും ആ പ്രവർത്തകർ തമ്പടിച്ച് നിൽക്കുകയാണ്, മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് തമ്പടിച്ച് നിൽക്കുകയാണ്. നിലവിൽ കടമ്പാട്ടുകോണത്തേക്കാണ് ഇനി അടുത്ത ഒരു വിലാപയാത്രയെ ഏറ്റുവാങ്ങാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്. അവിടെയും ഒട്ടേറെ പ്രവർത്തകർ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. എനിക്ക് മുന്നിൽ കാണുന്ന പ്രവർത്തകരൊക്കെ തന്നെ ഈ VS അച്യുതാനന്ദനെ അവസാനമായി കാണാൻ വേണ്ടി എത്തിയ ആൾക്കാരാണ്. അവർക്കൊക്കെ തന്നെ കൊല്ലം ജില്ലക്കാരുണ്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലക്കാരുണ്ട്. അവർക്കൊക്കെ തന്നെ ഓരോ പ്രവൃത്തിയെക്കുറിച്ചും VS അച്യുതാനന്ദനെ കുറിച്ചൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ഒക്കെ തന്നെ കൃത്യമായ ഒരു ധാരണയുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളൊക്കെ പങ്കുവെക്കാൻ വേണ്ടി ഉള്ള പ്രവർത്തകർക്ക് തന്നെ നമുക്ക് ഇപ്പോൾ നമ്മളൊക്കെ കാണാം. എത്ര നേരമായിട്ടാണ് വന്നിട്ട്? 1 മണിക്കൂറായി. കല്ലമ്പലത്തും പോലും ആയിട്ടില്ല, വലിയ തിരക്കാണ്. കല്ലമ്പലം കഴിയാറായി. നമ്മുടെ അതിർത്തിയാണ്. VSനെ കാണാതെ പോകാൻ പറ്റുമോ? ഇല്ല, അത് പറ്റില്ല. നേരത്തെ കണ്ട് പരിചയമോ അല്ലെങ്കിൽ ഒരുപാട് അനുഭവമുണ്ട്? അടുത്തെന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ട്, ഒരുപാട് കണ്ടിട്ടുണ്ട്. എത്ര പഠിക്കുന്നേ? 7ാം ക്ലാസ്സിൽ. VSനെ അടുത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. അവസാനമായിട്ട് കാണാൻ വന്നാണോ? എന്താ VSനെ കുറിച്ച് അച്ഛനൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്? ഇന്ത്യയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. 100 വർഷത്തിലധികം ജീവിച്ച ഒരു സമരനായകനാണ്. അത് പറഞ്ഞു തന്നിട്ടില്ല? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ. എന്താ ഒരു VSനെ കുറിച്ചുള്ള ഓർമ്മ? SPC തുടങ്ങിയത് VS അച്യുതാനന്ദനാണെന്നുള്ളതാണ് അവൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. SPC കേഡറ്റ് ആണോ? 2010 VSന്റെ കാലത്താണ് തുടങ്ങിയെന്നുള്ളത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. VSന്റെ കാലത്ത് SPC സംവിധാനം, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിംഗ് സംവിധാനം ആരംഭിച്ചത് 2010 മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അതൊരു സന്തോഷമുള്ള കാര്യമാണല്ലേ? അങ്ങനെ ഒരു ഓർമ്മയാണ് VSനെ കുറിച്ച്. എന്താ അതാണ് മോൻ്റെ ഒരു ഓർമ്മ? അല്ല, അദ്ദേഹത്തിന് ഓർമ്മ അതാണ് അവൻ പറയുന്നത്. SPC ഇപ്പോൾ ചേർന്നതാണ്, ഈ വർഷം 8ാം ക്ലാസ്സിൽ ചേർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കാണണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വന്നതാണ്. ഇങ്ങനെ നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ ഓരോ ആൾക്കാർക്കും ഇപ്പം 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് കയറിയ ഒരു വിദ്യാർത്ഥിയാണ്. SPC തുടങ്ങിയത് 2010 സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് തുടങ്ങിയത് VS അച്യുതാനന്ദൻ്റെ കാലത്താണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹിച്ച് വരുന്ന വിദ്യാർത്ഥികളുണ്ട്. ഓരോ ആൾക്കാർക്കും അവരവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള VS നടത്തിയ സമര പോരാട്ടങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ മറ്റ് നടപടികൾ, ഈ നാടിന് വേണ്ടി നടത്തിയ പ്രവൃത്തികളൊക്കെ തന്നെ ചിലപ്പോഴൊക്കെ തന്നെ ഓരോ വ്യക്തികളുടെയും ജീവിതം മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് VS അച്യുതാനന്ദനെ കാണാൻ വേണ്ടി ഓരോ ആൾക്കാരും ഇവിടെയൊക്കെ എത്തി നിൽക്കുന്നത്. കൊല്ലത്തു നിന്നുള്ള പ്രവർത്തകരൊക്കെ തന്നെ തൊട്ടപ്പുറത്ത് കടമ്പാട്ടുകോണം അവസാനിക്കുന്ന തൊട്ട് സമീപത്ത് തന്നെ കൊല്ലത്തു നിന്നുള്ള പ്രവർത്തകരൊക്കെ തന്നെയുണ്ട്. അവരെല്ലാം തന്നെ VSനെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. നിലവിൽ ഈ ഭാഗത്തു നിന്നാണ് കൊല്ലം ജില്ല ആരംഭിക്കുന്നത്. കൊല്ലം ജില്ലയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഏതാണ്ട് 12:30 1 മണിയോടുകൂടി ഇപ്പോൾ സമയം 11:30 ആയിരിക്കുന്നു. ഇനി അവിടുന്ന് കല്ലമ്പലത്ത് നിന്ന് ഇപ്പോൾ അല്പം വേഗത്തിലാണ് വാഹനം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും 12:30-ക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഈ കടമ്പാട്ടുകോണത്തേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ വാഹനമടക്കം അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയെ ഏറ്റുവാങ്ങാൻ വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ നേതാക്കന്മാർ, DYFIയുടെ
നേതാക്കന്മാരൊക്കെ തന്നെ സജീവമായി നിറകണ്ണുകളോടുകൂടി വൈകാരികമായി പി എസിനെ അടുത്ത് ഇടപഴകിയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ കെ എൻ ബാലഗോപാൽ ധനമന്ത്രി, അതിനു മുമ്പ് അദ്ദേഹം പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. DYFIയുടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ തന്നെ, ദേശീയ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ തന്നെ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കരുതലും എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, പാഠങ്ങളൊക്കെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ PK ഗുരുദാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ ഏറ്റവും അടുത്ത അനുയായിയായി നിന്ന VSന്റെ അനുയായിയായി നിന്ന PK ഗുരുദാസിനെ പോലെയുള്ള മേഴ്സിക്കുട്ടി MA പോലെയുള്ള ആൾക്കാരൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ തന്നെ VSന്റെ വീട്ടിലും അതുപോലെ തന്നെ ദർബാർ ഹാളിലും AKG സെൻറ്ററിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ തന്നെ VSനെ കുറിച്ച് പറയാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ആ നേതാക്കന്മാരുള്ള VS പലകുറി NSനെ പോലെയുള്ള പ്രമുഖന്മാരായിട്ടുള്ള നേതാക്കന്മാർ കടന്നുപോയിട്ടുള്ള ആ ജില്ലയിലേക്ക് വരികയാണ്. VSന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപജാഥ അല്പസമയത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് ഇപ്പോൾ 11:36 ആയിരിക്കുന്നു. 12:30-ക്കുള്ളിൽ ഞാനിപ്പോൾ നിൽക്കുന്ന കൊല്ലം ജില്ലയുടെ അതിർത്തിയായ കടമ്പാട്ട് കോണത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരും.